ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുറച്ച് എരിവുള്ളൊരു പലഹാരമാണ്. നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ എരിവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഗിവവേയുടെ കാര്യം മറന്നിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. കമൻറ്റ് ഇടാനും മറക്കരുത്. ഗോൾഡ് കോയിനൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ്. നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് 2 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കഴുകി ഊറ്റിയെടുത്ത നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർക്കാം. പിന്നെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിയില ചേർക്കുന്നുണ്ട് കേട്ടോ, അരിഞ്ഞെടുത്തിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കാനെടുക്കുന്ന ഏത് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയതിന് ശേഷം അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബിരിയാണി പോട്ടിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിന് ഉള്ളിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് ആവി കയറ്റി എടുക്കുന്നത്. ഏകദേശം ഒരു 12 മിനിറ്റോളം ആവി കയറ്റി എടുക്കുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കേക്ക് ടിന്നിനനുസരിച്ച്, അതായത് ഇത് നല്ല തിക്നെസ്സോട് കൂടെയാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇതൊരു 12 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് പുറത്തെടുക്കുന്നത്. ഒന്നിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ മുറിച്ചിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ട, ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്കിതെല്ലാം മുറിച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും പറ്റും. ഇങ്ങനെയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് മസാലയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ആ ഒരു മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതുമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്തപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മുറിച്ചെടുത്ത ഗോതമ്പ് നുറുക്ക് ആവിയിലായിട്ട് മുറിച്ചെടുത്തില്ലേ, അത് നമുക്കിതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു തിക്നെസ്സിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് ഇനി ഇതിൽ നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ മുക്കിയെടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നും ആ ഒരു മസാലയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ. അപ്പം പുറത്തുള്ള ഒരു മസാല ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ആ മുളകൊക്കെ കുത്തലിൻ്റെ ആകൊരു മണം അടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രേ ഉള്ളൂ നുറുക്ക് ഗോതമ്പ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഉണ്ടാക്കാനും ഒരുപാട് പണിയൊന്നുമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നുക. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്